നിങ്ങൾക്ക് ഒരു ബൈക്ക് ട്രിപ്പ് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇത് പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അക്കൗണ്ട് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോ, എന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓവർ ലഗേജ്. നമ്മളൊരു ബൈക്ക് ട്രിപ്പ് പോകുമ്പോൾ കൂടുതലായിട്ട് ലഗേജിന്റെ ആവശ്യമില്ല. എസ്പെഷ്യലി നമുക്ക് അനാവശ്യമായിട്ടുള്ള ക്ലോത്ത്. നമ്മൾ കൂടുതൽ നേരം വണ്ടി ഓടിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക റൈഡിങ് ഗീഴ്സ് ആയിരിക്കും. അപ്പൊ അനാവശ്യമായിട്ടുള്ള ലഗേജ് ഒക്കെ മാറ്റിയിട്ട് പ്രോപ്പർ റൈഡിങ് ഗീഴ്സും അതേപോലെ വാട്ടർ ബോട്ടിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്പർ 2, ഓവർ പ്രൈസ്ഡ് ഫുഡ്. നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ഒരു കടയിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ വില എന്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടായിരിക്കും അവിടെ കണക്കാക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ അവിടുത്തെ ലോക്കൽസിന് കൊടുക്കുന്ന ഫുഡിന്റെ അതേ പ്രൈസ് ആയിരിക്കില്ല നമുക്ക് അവർ ചാർജ് ചെയ്യാം. സോ നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പ്രൈസ് ചോദിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. നമ്പർ 3, ഫുൾ ടാങ്ക് പെട്രോൾ ഒരിക്കലും അടിക്കരുത്. നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതിന് ശേഷം വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു ക്രാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ ടാങ്ക് ഫുള്ളും പെട്രോളാണ്. സോ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടായാൽ മതി നമ്മുടെ ലൈഫിന് വരെ അത് ബാധിക്കും. ഇപ്പൊ നമ്മുടെ ടാങ്കിന്റെ കപ്പാസിറ്റി ഒരു 15 ലിറ്റർ ആണെങ്കിൽ മാക്സിമം ഒരു 10 മുതൽ 12 ലിറ്റർ വരെ മാക്സിമം ഫില്ല് ചെയ്യാൻ ശ്രമിക്കാം. ഒരു 2-3 ലിറ്റർ കമ്മിയാക്കിയത് കൊണ്ട് ഒന്നും സംഭവിക്കാനില്ല, കാരണം ചെറിയ ചെറിയ ഡിസ്റ്റൻസിലൊക്കെ പമ്പ് അവൈലബിൾ ആണ്. നമ്പർ 4, റൈഡിംഗ് ഗിയേഴ്സ്. എല്ലാവർക്കും പ്രോപ്പർ റൈഡിംഗ് ഗിയേഴ്സ് അഫോർഡ് ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ഇൻ കേസ് നിങ്ങളൊരു ട്രിപ്പ് പോവുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ജാക്കറ്റ്, നല്ലൊരു ഷൂ, ഒരു ഗ്ലൗവ്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഹെൽമെറ്റ്, ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ കരുതുക. ഇത് നിങ്ങളെ ചെറിയ രീതിക്കൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്പർ 5, പ്രോപ്പർ ആയിട്ട് വണ്ടി സർവീസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ബൈക്ക് ട്രിപ്പ് പോണതിന്റെ 2 ദിവസം മുന്നേ തന്നെ നിങ്ങൾ പ്രോപ്പർ സർവീസ് ചെയ്ത് നിർത്തുക. നിങ്ങൾ ബൈക്ക് ട്രിപ്പ് പോയിട്ട് വന്നിട്ട് സർവീസിന് കൊടുക്കാന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ആരും ട്രിപ്പ് പോകരുത്. മേ ബി അത് നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. സോ ഇത് കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. ഇനി ബൈക്ക് ട്രിപ്പ് പോകാൻ നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചോ, ഞാൻ പറഞ്ഞുതരാം.